ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ എടുക്കുന്നത് ഇന്നലെ എടുത്തത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് 18 മിനിറ്റ് കൂടുതലായി. ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് 1 ചീരത്തോരനുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്തെന്ന്. അത് എനിക്ക് 18 മിനിറ്റ് ആയിപ്പോയി. അത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഇടാൻ പറ്റാഞ്ഞുകൊണ്ട് വിഷമമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത്. നമുക്ക് തോരൻ വയ്ക്കാം. ക്യാബേജ് തോരനാണേ. പച്ചമുളക്, സവോള, ക്യാബേജ്, ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം. അതെടുക്കാം. തോരന് കടുക് ഇട്ട് കൊടുക്കാം. 2 ഉള്ളിയും ഇട്ട് കൊടുക്കാം. മറ്റൊരു മാവ്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്യാബേജ് ആയതുകൊണ്ട് ഞാൻ അടയ്ക്കുന്നില്ല കേട്ടോ. അടച്ചാൽ ഇത് ഒത്തിരി വെന്ത് ചെറുതായിട്ടൊന്ന് കടിക്കണം. ഒരുപാടങ്ങ് വേവരുത്. ഇരിക്കട്ടെ, അത് വേവട്ടെ. നമ്മുടെ തോരൻ റെഡിയായേ. ക്യാബേജ് തോരനാണ്, റെഡിയായി. പിന്നെ നമുക്ക് മീൻകറി വയ്ക്കണം. മീൻകറി വയ്ക്കാൻ പാനിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് സവോളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക. ഒരു ലക്ഷം പുളിയും കൂടെ പോയിട്ടുണ്ട് എൻ്റെ കൂടെ. കാണില്ല. സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പേടിച്ച് പോയെന്ന് പറഞ്ഞാൽ കടവ്, കിച്ചൻ്റെ കടവ് ഞാൻ അടച്ചിട്ട് സൗണ്ട് കേൾക്കുന്ന പേര്. കടവ് അടച്ചിട്ടേക്കൊക്കെ ഇവിടെ എൻ്റെ തറയിൽ വീഴുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ പേടിച്ചു. പുറകിലൊന്നുമല്ല വീണത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇങ്ങോട്ട് എടുത്തപ്പം അടപ്പ് തറയിൽ വീണത് കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കണ്ടിന്യൂ വെച്ചുകൊണ്ടിരുന്നാലേ ഇന്നലത്തെ എൻ്റെ കൂട്ട് എനിക്ക് 18 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ സവോള വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി മസാലകൾ ഇടാവേ. മഞ്ഞൾപ്പൊടി, കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കട കടച്ചിട്ട് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര ചൂട്. അതൊന്ന് വഴണ്ട് വരട്ടെ. കുരുമുളക് പൊടി ഓപ്ഷനല്ല. പിന്നെ ഞാൻ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ടതാ കേട്ടോ. മുളക് പൊടി,
മുളക് പൊടി ഇച്ചിരി ഏറെ നമുക്ക് കറിയിൽ ഇച്ചിരി ചാറ് വേണ്ട. ശകലം മല്ലിപ്പൊടി ഇടാം, ശകലം ഇട്ടുള്ളൂ. പിന്നെ ഫിഷ് മസാലപ്പൊടി, ഫിഷ് മസാലയുടെ പൊടി നോക്കാം. ഉലുവാപ്പൊടി നമുക്ക് പിന്നീടാം. അപ്പോൾ ഇത്രയും പൊടികളായി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും പുളിയും കൂടെ ഇട്ടേക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് വഴഞ്ഞ് വരട്ടെ. നമുക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മുളകിൻ്റെ എരിവുകൊണ്ട് തൊണ്ടയ്ക്ക് വരും. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ വീഡിയോ വരെ കാണാതിരിക്കരുത്, കാണുന്നവർ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ചോറ് അടുപ്പിൽ കിടക്കുന്നു. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉപ്പ് നോക്കി മീൻ കണ്ടോ. ഈ വെള്ളം തിളക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ജോലി ചെയ്യാം. അപ്പം നമുക്ക് ഈ ഗ്രേവി തിളച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് വലിയ കഷ്ണം മീനാണ് കേട്ടോ. അയിലപ്പാര തീരെ പൊടി കഷ്ണം. മീൻ അങ്ങനെ ഇത് വേവട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ ആ കഥകൊന്ന് തുറന്നിട്ട് കൂട്ടുകാരെ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലാതെ. ഞാനപ്പോഴ് ഇനി സാമ്പാർ വയ്ക്കണം. സാമ്പാർ അതിനുള്ളതൊക്കെ റെഡിയാക്കട്ടെ. ഇപ്പം നമ്മുടെ അരി വെന്ത് ഊറ്റാൻ പോവാണ്. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം അരിഞ്ഞ് വെച്ചു, തോമര കഴുകി വെച്ചു.
അരി ഊറ്റി നടുപ്പിലോട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാം. നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. മഞ്ഞ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആയി വേണം. ഉപ്പിടാം. കറിവേപ്പില ഇടാം. നമുക്ക് വേവിക്കാം. ഇനി അതവിടെ നിന്ന് വേവട്ടെ. അതെ, നമ്മൾ മീൻ ഉലുവാപ്പൊടി ഇട്ടില്ലേ, അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. ടേസ്റ്റ് നോക്കാമേ. സൂപ്പർ കൂട്ടുകാരെ, സൂപ്പർ സൂപ്പർ. അപ്പോൾ എല്ലാവരും അയലപ്പാര ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വയ്ക്കണേ. കാണാൻ പറ്റത്തില്ലായിരിക്കും. ഉണ്ടോ, ഫോൺ അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എൻ്റെ ഫോണ് റെഡിയാവും. അയലപ്പാര കറിക്കകത്ത് വീഴും. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് കാണിക്കുന്നില്ല. അതാണ് ഇങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. ചപ്പാത്തിക്ക് കുഴച്ചു പരത്തി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് പരത്താം. പരത്തുന്ന ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാലേ മിനിറ്റ് കൂടുതലായി. ഇപ്പം തന്നെ 14 മിനിറ്റ്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമേ. അപ്പോൾ ചപ്പാത്തി ചുടുന്ന കാണിച്ചില്ല. ചപ്പാത്തി റെഡിയായി. തുറന്ന് കാണിക്കാം. ഇത് ഞാനൊരു 4 എണ്ണം പൊതിഞ്ഞ് വെച്ചേക്കുക. ബാക്കി ഇതേ ഉണ്ട്. അപ്പോൾ സാമ്പാർ വെന്ത് കിടക്കുക. സാമ്പാർ ഞാൻ കടു വറക്കുന്നത് കാണിക്കുന്നിടം വരെ എടുത്താലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അരി ഉഴുന്നൂടെ അരച്ച് വെച്ചിരിക്കുക. കണ്ട, അരി ഉഴുന്ന് അരച്ച് വെച്ചതായിട്ട് നാളെ ഇഡ്ഡലിക്ക്. അപ്പോൾ സാമ്പാറിന് കടു വറക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല, വീഡിയോ ഇടാൻ പറ്റത്തില്ല. സാമ്പാർ വെന്ത് കിടക്കും. എൻ്റെ സ്കിൻ പോയില്ല, കണ്ടോ. അപ്പോൾ അത് പോയിട്ട് ഞാൻ കടു വറുത്ത് ഇട്ടോളാം. അത് കാണിക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.